ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ അതീവ ഭയാനകമായ രീതിയിൽ യഹൂദ വിരുദ്ധ വികാരം ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ഉടനീളം യഹൂദർക്ക് നേരെ, സാധാരണക്കാരായ യഹൂദർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ആംസ്റ്റർഡാമിൽ നടന്ന ആ ഒരു ആക്രമണ വാർത്ത വളരെയധികം ഭീതിയോടുകൂടി തന്നെയാണ് ലോകം ശ്രവിച്ചത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗാസയിലെ ഒരു ഹമാസ് ഭീകരന് ജലദോഷപ്പനി വന്നാൽ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പല മുഖ്യധാര മാധ്യമങ്ങളും 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ലോകമെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ യഹൂദ വിരുദ്ധ വികാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യഹൂദന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് കാര്യമായ രീതിയിലുള്ള റിപ്പോർട്ടിങ്ങുകളൊന്നും അല്ലെങ്കിൽ ചർച്ചകളൊന്നും നടത്തുന്നില്ല എന്നതാണ് വാസ്തവം. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ തേക്കടിയിൽ വന്ന ഇസ്രായേൽ ദമ്പതിമാരെ ഒരു കാശ്മീർ ആ ഒരു സംസ്ഥാനത്ത് നിന്നുള്ള 2 പേർ നടത്തുന്ന ആ ഒരു കടയിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ടു. ഒരൊറ്റ കാരണമേ അവർ അതിന് പറയുന്നുള്ളൂ: അവർ ഇസ്രായേൽക്കാരാണ്, അല്ലെങ്കിൽ തങ്ങളുടെ കടയിൽ ആ ഒരു സാധനം മേടിക്കാൻ വന്നവർ ഇസ്രായേൽക്കാരാണ് എന്ന ഒറ്റ കാരണത്താൽ ആ ഇസ്രായേലി ദമ്പതികളെ അപമാനിച്ച് ഇറക്കി വിട്ടു. ഹമാസ് ഭീകരൻ കേരളത്തിൽ ഓൺലൈനായി വന്ന് അഭിസംബോധന ചെയ്ത സംഭവം നമുക്കറിയാം. ഹമാസിന് വളരെയധികം ആരാധക വൃന്ദമുള്ള ഈ ഒരു കേരളത്തിൽ ഹമാസ് തീവ്രവാദികളെ ന്യായീകരിക്കുവാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുള്ള കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്നത്തെ ഈ ഒരു നിലപാട് പ്രോഗ്രാം ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ വിരുദ്ധത, അതിന്റെ പിന്നിലെ കാരണങ്ങൾ, ചില ഞെട്ടിക്കുന്ന ചില കണക്കുകൾ. നിലപാട് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. ജോജി റോബിൻ, ഈ ഒരു യഹൂദ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില മേഖലകൾ. ഒന്ന്, ഈ യഹൂദ വിരുദ്ധ ആക്രമണങ്ങൾ, അതിനോട് നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തുന്ന കുറ്റകരമായിട്ടുള്ള ഒരു നിശബ്ദത. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗാസയിൽ എന്ത് നടന്നാലും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പലപ്പോഴും ഈ യൂറോപ്പിലും ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലും ഒക്കെ നടക്കുന്ന യഹൂദ വിരുദ്ധതയെക്കുറിച്ച് കാര്യമായിട്ടുള്ള റിപ്പോർട്ടിങ്ങൾ നടത്തുന്നില്ല. നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതിന്റെ ഒരു ഡേറ്റ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എത്ര ഭയാനകമായിട്ടുള്ള രീതിയിലാണ് സാധാരണക്കാരായിട്ടുള്ള യഹൂദന് നേരെ ഈ ഒരു ആക്രമണം നടക്കുന്നത് എന്ന വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ട്. ഒരു ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ കാനഡയിൽ ഈ 2022 ഒരു കണക്കനുസരിച്ച് 126 യഹൂദ വിരുദ്ധ ആക്രമണങ്ങൾ നടന്ന സ്ഥാനത്ത് 2023 അത് 465 ഉയർന്നു, ഏകദേശം ഡബിളായി ഉയർന്നു. അത് കാനഡയിലെ മാത്രം സിറ്റുവേഷൻ അല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ ഒരു സെയിം അവസ്ഥ തന്നെയാണ്. പക്ഷെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന തേക്കടിയിലായിക്കോട്ടെ, ആംസ്റ്റർഡാമിലായിക്കോട്ടെ, ബ്രസൽസിലായിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലായിക്കോട്ടെ, ഈ യഹൂദർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നവരെ നയിക്കുന്നത് യഹൂദരെ ഏത് വിധേനയും കൊന്നെടുക്കുക, അല്ലെങ്കിൽ യഹൂദരെ ശത്രുപക്ഷത്ത് നിർത്തുക എന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിശ്വാസ സംഹിതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സെയിം പാറ്റേൺ നമുക്ക് യൂറോപ്പിലും കേരളത്തിലും ഈ പറയുന്ന തേക്കടിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റികളിലായിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് നാം പോകുമ്പോൾ ജോജി, ഈ ആന്റി സെമിറ്റിസം, ഈ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമാണ് വലിയ രീതിയിൽ നമുക്ക് ആ ഒരു വാക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ട് ചർച്ചയായത്. ഈ ആന്റി സെമിറ്റിസത്തിന്റെ ഒരു ചരിത്രം നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ യഹൂദർ ഇത്രത്തോളം ആക്രമിക്കപ്പെടുന്നത്? ഓൾറെഡി അവരുടെ സ്വന്തം രാജ്യത്ത് ഇവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല, മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് വന്നാൽ പോലും അവർക്ക് ഇപ്പോൾ സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥ. ഇതിന്റെ ഒരു ചരിത്രം എന്താണ്? ആന്റി സെമിറ്റിസത്തെ കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ സയോണിസം. എന്ന് വെച്ചാൽ ശരിക്കും ഇന്നത്തെ ഈ ഒരു മാധ്യമങ്ങളെല്ലാം ഈ സയോണിസത്തെ ഭയങ്കരമായ രീതിയിൽ, അല്ലെങ്കിൽ സയോണിസ്റ്റ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദേശീയവാദികൾ, അവർ ആ ഒരു മൂവ്മെന്റിനെ ഇവർ വല്ലാതെ എന്താ പറയുക, ഒരു ഭീകര സംഘടന എന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേലിന്റെ വംശീയ ആയിട്ടുള്ള ഒരു വെറി അല്ലെ വാദം, അതിനെയൊക്കെ ഒക്കെ വല്ലാതെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ആ ഒരു മൂവ്മെന്റിനെ എന്താ പറയുക, ലോകമാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും മനസ്സിലാക്കണം. നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ US എവിടെയുള്ള മാധ്യമങ്ങളാണേലും ഈ ഒരു മൂവ്മെന്റിനെ അവർ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശരിക്കും. അപ്പം അവിടെയാണ്, ആ ഒരു കോണ്ടസ്റ്റാണ് പലപ്പോഴും നമുക്കറിയാം ഈ സയനിസ്റ്റ് മൂവ്മെന്റുകൾ, അവർക്ക് അവരുടേതായ ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കാണുന്ന പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്താ പറയുക അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റിലാണ് നമ്മൾ ഈ ആന്റി സെമിറ്റിസത്തെ കുറിച്ച് നമ്മൾ എന്താ പറയുക ചിന്തിക്കേണ്ടത്. നമുക്കറിയാം ഈ സെമറ്റിക് ലാംഗ്വേജുകൾ എന്ന് വെച്ചാൽ ഈ അറബിക്, ഹീബ്രു പോലുള്ള ലാംഗ്വേജുകൾ, അല്ലെങ്കിൽ ഈ സെമറ്റിക് റിലീജിയൻ,
ക്രിസ്ത്യൻ, ജുഡായിസം, ഇസ്ലാമുള്ള. എന്നാൽ അവിടെ എല്ലാം നമ്മൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് യഹൂദർക്ക് നേരെ മാത്രമുള്ള ഒരു ആക്രമണം, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള എന്നാ പറയുക ഒരു സംഘടിതമായ അവരെ ഉന്മൂലനം ചെയ്യുക. ഒരു വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ജോർജ്, യഹൂദന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? ആ ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്. ശരിക്കും യഹൂദൻ അത്രമാത്രം വെറുക്കപ്പെടേണ്ടവനാണ്, അല്ലെങ്കിൽ യഹൂദൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഈ എന്നാ പറയുക ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ AD 70 ആ ഒരു വർഷ കാലഘട്ടങ്ങളിലാണ്, AD 70 കാലഘട്ടങ്ങളിലാണ് ശരിക്കും ഇസ്രായേലികൾ അവർ ലോകമെമ്പാടും ചിതറിക്കപ്പെടുകയാണ്. നമുക്കറിയാം, കാരണം അറിയാം, ഈ റോമാ സാമ്രാജ്യം പിന്നെ ഇസ്രായേലിനെ അടക്കി ഭരിക്കുന്ന കാലഘട്ടം. അതിനെതിരെ യഹൂദര് ചില വിപ്ലവങ്ങളും അല്ലെങ്കിൽ അവരതിനെതിരെ പ്രതിരോധിച്ചു. അപ്പോൾ തുടർന്നുണ്ടായ ആ ഒരു യുദ്ധത്തിൽ എന്നാ പറയുക ഇവർ കംപ്ലീറ്റ് പിടിച്ചെടുക്കപ്പെട്ടു. അതിനുശേഷം ഇവർ ഈ ബാബിലോൺ പ്രവാസക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു BC കാലഘട്ടങ്ങളത്. ആ നേരത്തെ യഹൂദരുടെ ആ ഒരു ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്നാ പറയുക ചിതറിക്കപ്പെട്ടത് വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രം. എന്നാൽ AD 70 ആ ഒരു കാലഘട്ടങ്ങളിൽ ചിതറിക്കപ്പെട്ടത് ലോകമെമ്പാടുമാണ്. അങ്ങനെയാണ് ഇവർ യൂറോപ്പിലും അമേരിക്കയിലും ഈവൻ ഇന്ത്യയിൽ കൊച്ചിയിൽ വരെ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സംഭവങ്ങളാണ് ഉണ്ടാകുന്നിരിക്കുക. അപ്പോൾ ആ ഒരു കാലം അങ്ങനെ അതിനുശേഷം അപ്പോൾ ഈ ഡിസ്പേഴ്സ് ആയി പായപ്പെട്ടുള്ള ആ ഒരു യഹൂദർക്ക് മനസ്സിലാക്കണം, അവർക്ക് സ്വന്തം അവരുടെ ദേശം നഷ്ടപ്പെടുകയാണ്. അവർക്ക് ഒരുപാട് ഹിസ്റ്ററി പറയേണ്ട അതിനെക്കുറിച്ച്. അവിടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, ഈ അബ്രഹത്തിന് മുതൽ, അത് BC ആണത്, അതൊരു ചരിത്ര ആ ഒരു വലിയ കാലഘട്ടമാണ് ശരിക്കും. അപ്പോൾ ഈ അബ്രഹത്തിന് കൊടുത്ത പ്രോമിസ് ലാൻഡ് കാനാൻ ദേശം പിന്നീട് ഇസ്രായേലായി മാറുന്നു. അതിനുശേഷം പിന്നെ പല രീതിയിലുള്ള എന്താ പറയുക യൂദയ ഇസ്രായേലമായി മാറുന്നു, പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ചരിത്രം, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ അവരുടെ യഹൂദൻ്റെ ഒരു മതപരമായ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, അവരുടെ ചരിത്രം എല്ലാം എടുത്തു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പ്രദേശം ഇസ്രായേൽ എന്ന പ്രദേശം, അതിനെക്കുറിച്ച് ഇപ്പം പാലസ്തീൻ എന്ന് പറഞ്ഞു, പക്ഷേ ഈ പാലസ്തീൻ എന്നുള്ള പേരൊന്നും പണ്ട് കാലത്തല്ല ശരിക്കും. അന്നത്തെ കാലത്ത് ആപ്പിൾ ഇസ്രായേൽ എന്നുള്ള ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന പ്രദേശത്തിന് വലിയ പ്രധാനമുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക ഈ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു വലിയ എന്നാ പറയുക ആഗ്രഹം മനസ്സിലുണ്ട് ശരിക്കും. അപ്പോൾ ആ ഒരു മോഹവുമായിട്ടാണ് യഹൂദൻ്റെ ജീവിതം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇവർക്കെതിരെ എന്നാ പറയുക ഈ ആൻറ്റിസെമിറ്റിക് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ നല്ല കച്ചവടക്കാരാണ്. അപ്പോൾ ഇവർക്ക് എവിടെ പോയാലും ഇവരുടെ മറ്റുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ചിലപ്പം കുറച്ചൊക്കെ അവരുടേതായ ഈ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അത് പ്രകാരം ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇവർ ബിസിനസ്സുകാരായാൽ തന്നെ ഇവർ ഈ എന്താ പറയുക മറ്റു ദേശങ്ങളിൽ ചെന്ന് ബിസിനസ് നടത്തി അവർ പണം ഉണ്ടാക്കുന്നു, ഭയങ്കര സമ്പന്നരായി മാറുന്നു. അപ്പോൾ ആ സമ്പന്നത അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഇവർ ഇപ്പോൾ ഇവരുടെ ആഗ്രഹം ശരിക്ക് തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു അപ്ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം ഉണ്ടാകുന്നുണ്ട് ജോർജ്. അവിടെ പ്രധാനപ്പെട്ട നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിൽ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഹോളോകോസ്റ്റ്, ലോക ചരിത്രം അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് കളന്ന രീതിയിലുള്ള നരനായിട്ട് ഒരു പ്രൈമറി റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ഈ ഹിറ്റ്ലറിൻ്റെ ഒരു ഈ റേഷ്യൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയാൻ വേണ്ടി അവൻ്റെ ആ ഒരു വംശീയമായിട്ട് ആ ഒരു പരിശുദ്ധി അല്ലെങ്കിൽ ആ ഒരു വംശീയ ശുദ്ധീകരണം. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് ഹാൻഡിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കുന്നത് അതൊന്നും അല്ല ശരിക്കും യൂറോപ്പിലെമ്പാടും യഹൂദർ എപ്പോഴും വേട്ടയാടപ്പെടുന്നു. ഇത് യൂറോപ്പ് മാത്രമല്ല, റഷ്യയിൽ, ഇറാഖിൽ, സിറിയയിൽ, മറ്റു പല രാജ്യങ്ങളിലും. അപ്പോൾ അവരും അതിനെക്കുറിച്ച് യഹൂദർ പറയുന്നത് ശരിക്കും അവർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ യഹൂദരെ വേട്ടയാടപ്പെടാത്ത ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത്. ബാക്കി എല്ലായിടത്തും അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു കഴിവ് ഒരു പരിധിവരെ അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധനസമ്പാദനം, അവരുടെ ഐക്യം, അവരുടെ ആ ഒരു നാടിനെക്കുറിച്ചുള്ള സ്വപ്നം, ഇതൊക്കെ കാരണമായിട്ടുണ്ട്. അല്ലാതെ അവർ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ യഹൂദർ അത്രമാത്രം വലിയൊരു എന്താ പറയുക ഒരു ഭീകരത കാട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ മതവിശ്വാസ പ്രകാരം അവർ മറ്റൊരാളെ കൊല്ലാൻ പറയുന്നില്ല, അവരെ നശിപ്പിക്കാൻ പറയുന്ന അതൊന്നുമില്ല. പക്ഷെ അവർ മിങ്കിളാകാതെ ജീവിക്കുന്നു എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ എന്നാൽ നമ്മൾ ലോക ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിന് യഹൂദം കൊടുത്ത സംഭാവന ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരികയാണ് ശരിക്കും വെച്ചാൽ ഈ എന്താ പറയുക ഈ ഒക്ടോബർ 7 ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ പണ്ടേ മുതലുള്ള ഈ ആൻറ്റിസെമിറ്റിസം വല്ലാതെ വ്യാപിക്കുകയാണ് ശരിക്കും. ഞാൻ പറയാം കാനഡ ഇപ്പോഴും ജോർജ് പറഞ്ഞു, കാനഡ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അവിടെ മനസ്സിലാക്കണം അവിടെ എത്രമാത്രം ഭീകരമായ രീതിയിലാണ് അവിടെ ജ്യൂസ് വേട്ടയാടുന്നത്. ഇത് കാനഡ മാത്രമല്ല, ഫ്രാൻസിൽ, ബ്രിട്ടനിലൊക്കെ കാണണം ശരിക്കും എത്ര ഇടങ്ങളെന്ന് പറയുക. ഒരു ഇസ്രായേലിൻ്റെ ഒരു ഫ്ലാഗ് പിടിച്ചുകൊണ്ട് പോയതിന് ഈ ഹമാസ് അനുകൂലികൾ അയാളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന എന്ന ഒരു വീഡിയോ കണ്ടു. അതുപോലെ തന്നെ പല ഇടങ്ങളിൽ, ഈവൻ അമേരിക്കയിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും അത് എന്താ സംഭവം ഞാൻ പറഞ്ഞത്, അവർക്ക് ഹമാസ് ശരിക്കും ഒക്ടോബർ 7 ചെയ്ത ഈ നരനായട്ടിനെ കുറിച്ച് പിന്നെ പറയാനോ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതൊന്നും അവർക്ക് സമയമില്ല. അവർക്ക് ഒറ്റയുള്ളൂ ഇസ്രായേൽ കാണിക്കുന്നത് ശരിക്കും ജനോസൈഡാണ്. അവരുടെ പ്രവർത്തനം ഒരു ജനോസൈഡിക്കൽ ആക്റ്റാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു ആൻറ്റിസെമിസ്റ്റ്, അപ്പം എല്ലായിടത്തും നിന്നും യഹൂദൻ വെറുക്കപ്പെടണം എന്നുള്ള ആ ഒരു തീവ്ര ആശയം
മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഒക്ടോബർ 7 ശേഷം നടന്ന സംഭവവാസം നമ്മൾ നോക്കുമ്പോൾ ഈ യഹൂദൻ വീണ്ടും വെറുക്കപ്പെടേണ്ടവൻ, യഹൂദൻ കൊല്ലപ്പെടേണ്ടവൻ, യഹൂദൻ നശിപ്പിക്കപ്പെട ആ ഒരു എന്താ പറയുക, ആ ഒരു വലിയ ചിന്താധാര ഉണർത്താൻ, ആശയം പടർത്താൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് കേരളത്തിൽ. കാരണം വെച്ചാൽ കേരളത്തിൽ കൊച്ചി യഹൂദരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മംഗളയിൽ യഹൂദരുണ്ടായിരുന്നു. അപ്പോൾ യഹൂദർ വളരെ ഒരു പിന്നെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വലിയൊരു ആശ്വാസത്തോടെ കാണുന്ന ഈ കേരളത്തിൽ ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് വളരെ വളരെ ഒരു വേദനാകരമായ കാര്യമാണ്. നമ്മൾ മനുഷ്യ സ്നേഹികൾ അതിനെ എതിർക്കേണ്ടതാണ്. ഓക്കെ, റോബിൻ, ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ യൂറോപ്പിൽ ഉള്ള ഈ യഹൂദ സംഘടനകൾ, അല്ലെങ്കിൽ യഹൂദര്, ജൂയിഷ് ആയിട്ടുള്ളവർ, അവിടുത്തെ സ്റ്റുഡൻസ്, യൂത്ത് ആയിട്ടുള്ളവരൊക്കെ പറയുന്ന ചില വേദന ജനിപ്പിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അത് 1930കളിൽ ജർമ്മനിയിൽ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും തെരുവുകളിൽ നിലനിൽക്കുന്നത്. 30കളിൽ ഈ ജർമ്മനിയിൽ എങ്ങനെയായിരുന്നു ഒരു യഹൂദ വിരുദ്ധത നിലനിന്നിരുന്നത്, അതേ തീവ്രതയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് തീവ്രതയിലാണ് യഹൂദ വിരുദ്ധത യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിലകൊള്ളുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണാനിടയായത്, ഗാസയിലെ അവസ്ഥയേക്കാൾ മോശമാണ് പല യൂറോപ്യൻ തെരുവുകളുടെ അവസ്ഥ എന്നാണ് പറയുന്നത്, യഹൂദ വിരുദ്ധതയുടെ ഒരു കാര്യമെടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോ കേരളത്തിന്റെ ഒരു വിഷയം, നമ്മൾ തേക്കടിയിൽ ഉണ്ടായ ഒരു സംഭവം, ഒരു കൗതുകരമായിട്ടൊരു കാര്യം, നമ്മൾ ഈ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനികളൊക്കെ പലപ്പോഴും കേരളത്തിൽ വന്നും പോയിട്ടൊക്കെ ഉണ്ട്. ഒരു പാകിസ്ഥാനിയെ പോലും പാകിസ്ഥാൻകാരനാണ് എന്നതിന്റെ പേരിൽ ഒരു കടയിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ട് നാം ഇതുവരെ വാർത്ത വായിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇത് സംഭവിക്കുന്നു. ഈ യൂറോപ്പിൽ ഇത്തരത്തിലുള്ള യഹൂദ വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന പലരും ഈ പറയുന്ന ലെഫ്റ്റ് ഐഡിയോളജി ഉള്ളവരാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഹമാസ് അനുകൂല പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഈ യഹൂദർക്ക് നേരെ, അല്ലെങ്കിൽ ഒരു ആന്റി സെമിറ്റിസം, ആ ഒരു വികാരത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ? അത് നമ്മൾ ഇതിനെ രണ്ട് രീതിയിൽ ഇതിനെ കാണും. എന്ന് വെച്ചാൽ ഒന്ന് മോഡേൺ ആന്റി സെമിറ്റിസം, ഒന്ന് ആൻഷ്യന്റ് ആന്റി സെമിറ്റിസം. ഇത് രണ്ടും രണ്ടാണ്. ഇത് പലരും ഈ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ പറയാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന ജൂതന്മാരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് ആൻഷ്യന്റ് ആയിട്ടുള്ള ആ ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട്, ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട്. അപ്പൊ ഈ മെഡിറ്ററേനിയൻ കടലിന്റെ ആ കടൽ തീരത്താണ് അന്നത്തെ ഈ എല്ലാ സംസ്കാരങ്ങളും വളർന്നു വന്നത്. ഈ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് അവരെല്ലാവരും സമ്പന്നമായി. ഈ റോമ സാമ്രാജ്യമാണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അന്ന് കാലത്ത് ഈ യഹൂദര് അന്ന് ഇസ്രായേലിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ ഒരു ലിങ്ക് ഇതിനുണ്ട്. പക്ഷെ പിന്നീട് ഇവരെ ഈ ജൂതന്മാരെ അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ഓടിക്കുന്ന കാലമുണ്ടായി. അത് കഴിഞ്ഞപ്പം ഇവര് പിന്നീട് ഈ വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു പോയി. അന്നേരത്തേനും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേനും വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു പോവുകയും പിന്നീട് ജർമാനിക് ട്രൈബ്സ് അടക്കമുള്ള ട്രൈബുകളുടെ കീഴിലേക്ക് ഇത് വരികയും പിന്നീട് ഈ ട്രൈബുകളെ ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്യുകയുമാണ് ചെയ്തതെന്നുള്ളൊരു വസ്തുത ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇവരെല്ലാവരും പണ്ടേ ഉള്ള ക്രിസ്ത്യാനിറ്റി ഇവരെ ജൂസിനെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു കാര്യം വേണമെങ്കിൽ പറയാവുന്നത്, ഈ നീറോ ചക്രവർത്തിയിൽ ആ കാലത്ത്, അതിനു മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ മതപീഡനം നടക്കാതിരുന്നതിന്റെ ഒരു കാരണം അവർ ജൂതന്മാരുടെ കൂടെയുള്ളവരാണ് എന്ന് വിചാരിച്ചാണ് മതപീഡനം നടക്കാതിരുന്നത്. പിന്നീട് ജ്യൂസ് തന്നെ പറയുന്ന സാഹചര്യമുണ്ട്, ഇവർ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായി മതപീഡനം നടക്കുന്ന സമയം ഉണ്ടാകുന്നത്. അപ്പോൾ ആ റോമൻ എംപയർ തകർന്നു പോയി. പിന്നീട് ട്രൈബുകൾ വന്നു. ട്രൈബുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ കൺവേർട്ട് ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് ജ്യൂസിനെ കാണുന്നതും അതിനു മുന്നേ ഉള്ള ആളുകൾ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ട്രൈബുകളെ വിളിക്കുന്നത് തന്നെ ബാർബേറിയൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബാർബേറിയൻസ് അവര് ഈ പുരോഗമിച്ച റോമാ സാമ്രാജ്യത്തിന്റെ സംസ്കാരങ്ങളെല്ലാം അടിച്ചു തകർത്ത ശേഷം അവരുടെ തന്നെ സംസ്കാരം ഉണ്ടാക്കി അങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അവരെ ആണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവര് ജ്യൂസിനെ കണ്ട രീതി വ്യത്യാസമുണ്ട്. കാരണം ജ്യൂസിന്റെ നമ്മൾ ഈ പഴയ ഡ്രാമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജൂതന്റെ കണ്ണ്, ദ ഐ ഓഫ് എ ജൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഒരു കച്ചവടത്തിന്റെ ഒരു കണ്ണ്, ഒരു കഴുകൻ കണ്ണ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു വിശേഷണങ്ങളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഈ ജ്യൂസിന്റെ ഇവര് പണം പലിശയ്ക്ക് കൊടുക്കുന്നു, പണം സമ്പാദിക്കുന്നു, കച്ചവടം നടത്തി പണം സമ്പാദിക്കും, ഇവർ വളരെ സമ്പന്നരാകുന്നു. എന്നാൽ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുമായിട്ട് ഇവർ ചേരുന്നില്ല. ഇവര് വേറെ രാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് വേറെ രാജ്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പിന്നീട് ഈ കൺവേർട്ട് ചെയ്ത് വന്ന ആളുകൾ ബൈബിൾ പഠിക്കുമ്പം ക്രിസ്തുവിനെ കൊന്നയാള്, അതാണ് ഈ ക്രിസ്തുവിനെ കൊന്നയാൾ. ഈ രണ്ട് പെർസ്പെക്റ്റീവ് തമ്മിൽ വ്യത്യാസമുണ്ട്. ആൻഷ്യന്റ് റോമക്കാര്
ജ്യൂസിന്റെ ഈ ക്രിസ്തുവിനെ കൊന്നവരെന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിൽ കാണുന്നതും ഈ കൺവേർട്ട് ചെയ്തു വന്ന ഈ ഗോത്രനിവാസികള് ക്രിസ്തുവിനെ കൊന്നവരെന്ന് പറഞ്ഞ് ഇവരെ കാണുന്ന ഒരു വ്യത്യാസമുണ്ട്. അന്നേരം അതിന്റെ കൂടെയാണ് കൂനുമ്മൽ കുരു എന്ന് പറയുന്ന പോലെ ഇവര് പൈസ ഉണ്ടാക്കി ഇവരുടെ അടുത്തുനിന്ന് പലിശയ്ക്ക് പണം മേടിച്ച് ഇവർ സമ്പന്നരാകുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പൊ അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഈ കുരിശ് യുദ്ധത്തിന്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് ഈ കുറച്ച് കർഷകരും അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ഈ കുരിശ് യുദ്ധം നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർക്ക് വിശന്ന് ഭക്ഷണമൊന്നും ഇല്ലാതാകുന്ന സമയത്ത് ഇവരൊരു ജൂയിഷ് കോളനിയാണ് ആക്രമിക്കുന്നത്. പലപ്പോഴും പലരും പറയുന്ന ഈ കുരിശ് യുദ്ധത്തിന്റെ കാലത്ത് പോകുന്ന സമയത്ത് ജൂയിഷ് കോളനി ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആക്രമിച്ചു എന്ന് ഇവരാരും അത് പറയുന്നില്ല. കാരണം ആക്രമിക്കാൻ കാരണം ജ്യൂസിന്റെ അടുത്തുനിന്ന് പണമുണ്ട്, ഇവരുടെ അടുത്ത് പണമുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇവരെ ആക്രമിച്ചു. വേറെ പോണ മണിക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവരെയൊന്നും ആക്രമിച്ചിട്ടില്ല, ഇവരെ ആക്രമിച്ചില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് അന്ന് ജ്യൂസിനോടൊരു വേർതിരിവ് ഇവർ കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇവരുടെ ഫുഡ് കോഷർ ഫുഡ് അടക്കമാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവർ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തരായിട്ടാണ് ജീവിച്ചത്. അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന ഹിറ്റ്ലറിന്റെ കാലത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഹിറ്റ്ലറിന്റെ കാലത്ത് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം ഇവരുടെ അടുത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിലുള്ള ജ്യൂസ് പണം പിരിച്ച് ബ്രിട്ടനിൽ പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട്. ഇസ്രായേൽ ബ്രിട്ടന്റെ കീഴിലായിരുന്നല്ലോ അന്ന്, ഇസ്രായേലിന്റെ ഭാഗങ്ങളെല്ലാം വരുന്നത് ബ്രിട്ടന്റെ കീഴിലാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന്റെ പേരിലാണ് ഹിറ്റ്ലർ അങ്ങനെ ചെയ്തത്. പക്ഷേ അവിടുന്ന് കൊലപാതകത്തിലേക്ക് പോയ സാഹചര്യം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ്. അല്ല, റോബിൻ മനസ്സിലാക്കുന്നത് ഹിറ്റ്ലർ ശരിക്കും എന്നാ പറയുക, യഹൂദരെ തന്റെ ദേശത്ത് നിന്ന് പുറത്താക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അവരെ കൊല്ലണം എന്നുള്ള പ്ലാൻ ഇല്ല. കൊല്ലണം എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വളരെ വലിയൊരു കള്ളത്തരം മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാല് ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ട് നിയമിക്കാൻ കാരണം ബ്രിട്ടന്റെ അടിമയെ പോലെ അയാൾ നിന്നുകൊണ്ടാണ് അയാളെ അവിടെ ഗ്രാൻഡ് മുഫ്തി ആയിട്ട് നിയമിച്ചത്. ബ്രിട്ടന്റെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ബ്രിട്ടന് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാലിഫേറ്റിൽ നിന്ന് ഈ ഭാഗം വിഭജിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ ഇതായിട്ട് നിയമിക്കുന്നത്. ഇയാള് മുഫ്തി ആയി കഴിഞ്ഞപ്പം ഇയാളെ അടഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ ഇയാളെ അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെ ഇറാഖിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ ഹിറ്റ്ലറുമായിട്ട് ഇയാള് സന്ധി ഉണ്ടാക്കുന്നു, ഹിറ്റ്ലറിന്റെ അടുത്ത് വരുന്നു. അങ്ങനെയാണ് പിന്നീട് ജ്യൂസിന്റെ കൊലപാതകത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബ്രിട്ടൻ ഇയാളെ പുറത്താക്കി, ഇയാള് ഇടഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ ഇയാളെ പുറത്താക്കി അവിടുന്ന്. അങ്ങനെ ഒരു സാഹചര്യം, ഈ സാഹചര്യമാണ് പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പലപ്പോഴും ഈ ജ്യൂസ് യൂറോപ്പിൽ ആക്രമിക്കപ്പെട്ടു, അങ്ങനെ ചെയ്തു, ക്രിസ്ത്യാനികൾ ആക്രമിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇവർ പറയുന്നത്. ഇനി മോഡേൺ അവിടുന്ന് മാറി നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് കൃത്യമായിട്ടും അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ കൃത്യമായിട്ടും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു, ഈ ലിബറലിസ്റ്റുകൾ ഇടതുപക്ഷം ഇവർ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ഇവര് ഈ കുടിയേറ്റക്കാരെ കൊണ്ടുവന്നതോടുകൂടിയാണ്, അവിടെയാണ് നമ്മൾ കുടിയേറ്റക്കാരെ കൊണ്ടുവന്നതോടുകൂടിയാണ് ആന്റിസെമിറ്റിസം വീണ്ടും തലപൊക്കുന്നത്. ഇവരുടെ ആന്റിസെമിറ്റിസവും പഴയ കാലത്തെ ആന്റിസെമിറ്റിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ ജ്യൂസ് എന്ന വർഗത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇപ്പൊ ഏറ്റവും അടുത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ തീവ്രവാദത്തിനെതിരെ ലോകമാസകലമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായി തീവ്രവാദം കാണിച്ചു. ക്രിസ്ത്യാനികളുടെ മര്യാദ കൊണ്ട് ഇവരെ ഒന്നും ചെയ്തില്ല. ജ്യൂസിന്റെ അടുത്ത് ഇവന്മാര് തീവ്രവാദം കാണിക്കാൻ ചെന്നു. എല്ലാത്തിനെയും ഒരെണ്ണത്തിന് 1000 വെച്ച് ആളുകളെ ഇവര് കണ്ണിന് പകരം കണ്ണ് എന്നുള്ള അക്ഷരാർത്ഥത്തിൽ അത് തന്നെ തിരിച്ചു ചെയ്തു. അത് ഇവർക്ക് പിടിച്ചില്ല. കാരണം ഇവര് തീവ്രവാദം കാണിക്കുന്നതിനെതിരെ ഇതുപോലെ കാണിച്ച വേറെ ആളുകളില്ല, അത് കാണിച്ചവനെ പിടിച്ചില്ല. അതുകൊണ്ട് ലെഫ്റ്റ് ഐഡിയോളജി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഈ അമേരിക്കയിൽ പോലും ഈ കമലാ ഹാരിസിന്റെയും ജോ ബൈഡന്റെയും എതിരെയുള്ള അവര് ഡെമോക്രാറ്റുകൾ പലപ്പോഴും ഇതുപോലെ സോഷ്യലിസ്റ്റുകളാണ് എന്നുള്ള ഒരു സാധനമുണ്ട്. അവർ മൾട്ടി കൾച്ചറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സമരം ചെയ്ത ആളുകളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നേക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രേലിയയിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്, കാനഡയിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത്, യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഈ ഇസ്രായേലിലുള്ള ഒരു ജൂതൻ തന്നെ ഇത് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഗവൺമെന്റിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമിച്ച അതേ സമയത്ത് ഇവർക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അറിയാമായിരുന്നു ഞങ്ങൾക്ക് യൂറോപ്പിൽ യൂറോപ്പിലും അമേരിക്കയും ഇതുപോലെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും ഈ ലെഫ്റ്റ് ലിബറൽ ആളുകളും തമ്മിൽ അത്രത്തോളം ബാന്ധവമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അവിടെ വെച്ചാണ് നമ്മൾ കേരളത്തിലെ ഇവിടെ ഉണ്ടായ ആക്രമണത്തെ അളക്കേണ്ടത്. ഇവിടെ സോഷ്യലിസ്റ്റ് അനുഭാവമുള്ള കോൺഗ്രസും
നമ്മൾ ഒരിക്കലും കോൺഗ്രസിനെ ഒഴിവാക്കാൻ പാടില്ല. സോഷ്യലിസ്റ്റ്, കാരണം ഇപ്പോഴത്തെ എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കാം, സോഷ്യലിസ്റ്റ് അനുഭാവമുള്ള കോൺഗ്രസും ഇടതുപക്ഷവും അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടുള്ള ബാന്ധവും തന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഇതുപോലെ ആളുകളെ അപമാനിക്കാനും ഇറക്കി വിടാനും കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ധൈര്യം. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് അവർക്ക് വളരെ ഉറപ്പാണ്. കാരണം അവരുടെ സ്വന്തം ഗവൺമെന്റാണ് ഭരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഉള്ളു തുറന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തും ആകാം. ഇത് തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോഴത്തെ ആന്റിസെമിറ്റിസം നടക്കുന്നതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാൻ അതിൻ്റെ അത് വേറൊരു വശം കൂടി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്കൊരു അധിനിവേശം, അത് രണ്ട് തരത്തില് ഈ അധിനിവേശ ശക്തികൾക്ക് ഒരു അധിനിവേശം നടത്താം. ഒന്ന്, ഓൾ ഓഫ് എ സഡൻ ഇല്ലായ്മ ചെയ്യുക. അത് ചരിത്രത്തിൽ നാം കണ്ടതാണ് വാളിന്റെ രൂപത്തിൽ. അതിനുശേഷം ഈ പല തീവ്രവാദം ശക്തിപ്പെട്ട രാജ്യങ്ങളിൽ തീവ്രവാദികൾ തോക്കിന്റെ രൂപത്തിൽ ബോംബിന് ഓൾ ഓഫ് എ സഡൻ, അതിന് പിന്നെ സമയമെടുക്കത്തിൽ ഓൾ ഓഫ് എ സഡൻ ആ പ്രദേശം മുഴുവൻ ഒരു അധിനിവേശത്തിന്റെ കീഴിലാക്കുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള ഒരു അധിനിവേശം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നിശബ്ദമായിട്ടുള്ള ഒരു കുടിയേർക്ക് അല്ലെങ്കിൽ ഒരു സ്ലോ കില്ലിംഗ് എന്നുള്ള രീതിയിൽ. നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു പ്രദേശത്ത് താമസിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ആത്യന്തികമായിട്ട് വേണ്ടത് ഒരു സമാധാനപരമായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആ ഒരു അന്തരീക്ഷത്തിനൊരു ഭംഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1, 2, 3, 4 തവണ ഞാൻ ക്ഷമിക്കും. അത് അതിന്റെ ബന്ധപ്പെട്ട അധികാരികളോട് പരാതി കൊടുക്കും, നടപടിയെടുക്കുമോ എന്ന് നമ്മൾ കാത്തിരിക്കും. പക്ഷെ നടന്നില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോവുക എന്നൊരു സ്ഥിതിവിശേഷമായിരിക്കും അവിടെ നടക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിലുള്ളൊരു സംഗതിയാണ് യൂറോപ്പിൽ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ റോബിൻ സൂചിപ്പിച്ചു, ജൂയിഷ് പീപ്പിളിന്റെ യൂറോപ്പിലെ ചരിത്രം എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾ നീണ്ട ഒരു ചരിത്രമാണ്. അവർ ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് ഈ പറയുന്ന ജൂയിഷ് വ്യക്തികളെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നു. അതായത് ഭയപ്പെടുത്തി അങ്ങനെ പയ്യെ അവിടുന്ന് അവരെ കെട്ടുകെട്ടിക്കുന്നു. അപ്പൊ ഈ കെട്ടുകെട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ സ്വത്തുവകകളും ലാൻഡും എല്ലാം അവിടെയുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ അധിനിവേശം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഇവർ ഒഴിഞ്ഞു പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇവർ കയറും, അവിടെ ഒരു അധിനിവേശം സ്ഥാപിക്കും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പം തേക്കടിയിലായിക്കോട്ടെ, ആംസ്റ്റർഡാമിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഇവരെ നയിക്കുന്നത് കാഫറുകളെ ഇല്ലായ്മ ചെയ്യുക എന്ന കോമൺ ആയിട്ടുള്ള ഒരു തോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ്. ഈ കാഫറുകൾ എന്ന ആ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് ഉള്ളത് ജൂയിഷാണ്. അപ്പോൾ ഈ ജൂയിഷിനെതിരെ നടക്കുന്ന ആ ഒരു കാര്യം, അവരുടെ ഒരു ലക്ഷ്യം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ലിസ്റ്റിൽ നമ്പർ 2 ആയിട്ടുള്ള ക്രൈസ്തവർക്ക് നേരെ, ഇപ്പോൾ ഉടനടി ചിലപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നതില്ല, സ്വാഭാവികമായിട്ടും ജൂയിഷ് പീപ്പിൾ കഴിഞ്ഞാൽ അവിടെ യൂറോപ്പിലെ ക്രൈസ്തവർക്ക് നേരെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ജൂയിഷ് പീപ്പിളിനെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കുക, അവിടെ ഒരു അധിനിവേശം സ്ഥാപിക്കുക, അതായത് ഭയപ്പെടുത്തി ഒരു നിശബ്ദമായ കുടിയിറക്ക് ഒരു അധിനിവേശം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അവിടെ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. അതായത് ഒരു ജൂയിഷ് സിംബലോടുകൂടി തെരുവിൽ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥ. ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത്, ഈ കാനഡയിലെ ഈ മോൺട്രിയോളിലെ ഒരു സ്കൂളിന് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നു. അപ്പൊ വളർന്നു വരുന്ന ജൂയിഷ് ആയിട്ടുള്ള ഇളം തലമുറയുടെ ഉള്ളിൽ പോലും ഈ ഒരു ഭയത്തിന്റെ വിത്ത് അവർ വിതയ്ക്കാൻ ശ്രമിക്കുന്നു. പല ജൂയിഷ് ഓർഗനൈസേഷൻസും സീക്രട്ട് ആയിട്ടുള്ള അഡ്രസ്സിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഇത് പ്രാചീന കാലഘട്ടമല്ല. ഈ ജനാധിപത്യം പുലരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രവർത്തിക്കാൻ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അഡ്രസ്സിന്റെ പേരിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് എത്രയോ ഒരു അപജയമാണ്. അവിടുത്തെ ഭരണകൂടങ്ങൾ, റോബിൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഐഡിയോളജിയുള്ള ഭരണകൂടങ്ങളുടെ ഒരു പിടിപ്പുകേട് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കാനഡയിൽ നിന്നുള്ള ഒരു ജൂയിഷ് ആയിട്ടുള്ള ഒരു യുവതി പറഞ്ഞൊരു കമന്റ് ആണ്. അതായത് കാനഡയിലെ ഒരു തെരുവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാൾ ഒരു സുരക്ഷിതത്വം ഇസ്രായേൽ ഒരു ബോംബ് ഷെൽട്ടറിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു ദാരുണമാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പാലൂട്ടി വളർത്തിയിട്ടുണ്ടോ അവരുടെ ശത്രുപക്ഷത്തുള്ളവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ, അത് ഒരുപക്ഷെ ഓൾ ഓഫ് എ സഡൻ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന നിശബ്ദമായിട്ടുള്ള, നമ്മൾ ഈ കേരളത്തിലെയും സാഹചര്യത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സ്വത്തുവകൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഒരു തരത്തിൽ ഈ പറയുന്ന ഫോമിൽ യൂറോപ്പിൽ നടക്കുന്നു. കേരളത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒരു അധിനിവേശം സ്ഥാപിക്കുക, കാഫറുകളുടെ മേൽ ഒരു അധിനിവേശം സ്ഥാപിക്കുക. ഇപ്പോൾ ജൂയിഷ്, നാളെ ഒരു ക്രിസ്ത്യൻ.
അതിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് തോന്നേ നമ്മൾ ശരിക്കും അതിനുള്ളിൽ ഒരു സാധനം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എത്രയോ കാലമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ യൂറോപ്പിൽ നടന്നുകൊണ്ടിരുന്ന ആക്രമണങ്ങൾക്ക് എത്രയോ ആക്രമണങ്ങൾ നടത്തി. അതും ഈ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്കൽ ഇസ്ലാം, ഇത് മൂന്നും ഒരുമിച്ച് നിന്നാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മുകളിൽ ആക്രമണം നടത്തിയത്. സ്കൂളുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി, പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. ഇതേ സഖ്യമാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പോഴാണ് ജ്യൂസിന്റെ നേരേക്ക് ആക്രമണം വന്നപ്പോൾ ഇതെല്ലാം അറിയുന്നത്. ഈ മൈഗ്രേറ്റ് ചെയ്ത ഒരു കുട്ടി അയർലാൻഡിൽ ഒരു ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തി, നടന്നുപോയ ഒരു ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തി. എത്ര വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. അവൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഭീഷണിപ്പെടുത്തി, മറ്റേ മതം മാറണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ക്രിസ്ത്യാനികൾക്ക് നേരെ വ്യാപകമായി നടന്നു. ഇപ്പം നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ജ്യൂസിനെ ഇറക്കും. പക്ഷെ ഇതിനു മുന്നേ നമ്മൾ ഈ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മേലെ ഈ അധിനിവേശ പൊളിറ്റിക്കൽ ഇസ്ലാം, ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തി എത്രയോ അധിനിവേശമുണ്ട്. നമുക്ക് ലവ് ജിഹാദ് നടത്തിയത് അടക്കമുള്ള, നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള, ഇപ്പൊ ഈ വഖഫ് അടക്കമുള്ള കാര്യങ്ങൾ, ഇതുപോലെ എത്രയോ ആക്രമണങ്ങള് ഈ കമ്മ്യൂണിറ്റിക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെ നടത്തുന്നുണ്ട് ഇവര്. ലോകമാസകലം നടത്തുന്നുണ്ട് ഇവര്. അപ്പോൾ ഇപ്പോൾ ജ്യൂസിനെതിരെ വന്നപ്പോൾ അത് എന്ന് വെച്ചാൽ ഇതൊരു വലിയ തുടർച്ചയാണ്. അങ്ങനെ വന്ന് ഒരു സമൂഹത്തിന് മേലെ കുതിര കയറിയപ്പം വലിയ കുഴപ്പമില്ല, അടുത്ത ആളുകളുടെ മുകളിലേക്ക് കുതിര കയറുന്ന ഒരു സാഹചര്യം. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രക്തത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ സഹോദര സ്നേഹവും അതുപോലെ മാനവീയതയും ഒക്കെ വല്ലാതെ വളർന്ന ഒരു നാട്ടിലാണ് അവിടെ ജീവിക്കുന്നത്, മനസ്സിലാക്കണം ആ ഒരു കാലഘട്ടം. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ശരിക്കും 2 യുദ്ധമാണ് ശരിക്കും ഇപ്പോൾ ഈ തീവ്ര ആശയമുള്ളവർ ചെയ്യുന്നത്. ഒന്ന് ആയുധം കൊണ്ടുള്ള യുദ്ധം. പക്ഷേ ഇസ്രായേലിനെ പോലുള്ള ആ ഒരു രാജ്യത്തോട് ഈ ആയുധം കൊണ്ടുള്ള യുദ്ധം അത്രമാത്രം എന്താ പറയുക, അത്ര ഈസി അല്ല ശരിക്കും, നമുക്കറിയാതെ. എന്നാൽ എൻ്റെ ജോർജ് ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവിടെ അതേ സമയത്ത് തന്നെ ഈ എന്താ പറയുക, ഇവരുടെ ആശയങ്ങൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ, അല്ലെങ്കിൽ ശരിക്ക് അവർ ശരിയാണ്, ഞങ്ങളാണ് റൈറ്റ്, അതാണ്. അത് ആര് തെറ്റ് ചെയ്യുന്നു, ആരുടെ ഭാഗത്ത് ന്യായം ഒരു ലെവലേശമില്ല, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ഭീകരവാദം, അത്തരം ആശയമുള്ള സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ അവർ പടർത്തുന്ന ഒരു പ്രത്യേകമായ ആശയ എന്താ പറയുക, ഒരു സംപ്രേഷണമുണ്ട് ശരിക്കും. അതിനവർ ഉപയോഗിക്കുന്നത് എന്താ പറയുക, ഈ നവീന മാധ്യമങ്ങളാണ്, സാമൂഹ്യ സംഘടനയാണ്. വളരെയേറെ വളർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ റിച്ചാണെന്ന് എന്താ പറയുക അവകാശപ്പെടുന്ന ചില ജനവിഭാഗങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യൂറോപ്പിൽ സംഭവിച്ച അറിയാലോ, ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഒരു ഇൻവേഷൻ പ്ലാൻ, അല്ലെങ്കിൽ അവിടെ അത്രമാത്രം ഒരു നരനായിട്ട് നടത്തിയ ഒപ്പം തന്നെ അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലായിടത്തും, ഈവൻ റഷ്യയിലും എല്ലായിടത്തും അവര് തങ്ങളുടെ അതാണ് മീഡിയ ഉപയോഗിച്ച്, മറ്റുള്ള എന്താ പറയുക യൂട്യൂബ് ഉപയോഗിച്ച്, മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉപയോഗിച്ച് അവരൊരു ഭയങ്കരമായ രീതിയിലുള്ള എന്താ പറയുക ഒരു വലിയ അവരുടെ ആശയ സംപ്രേഷണം, അല്ലെങ്കിൽ അവരുടെ ആശയ കൈമാറ്റം, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആശയപ്രകാരം എന്താണ്, തങ്ങൾ ശരിയാണ്, ശരിക്ക് തങ്ങളുടെ ഇപ്പം ഞാൻ നമ്മൾ പല വീഡിയോകളും കാണിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക. നമുക്ക് തോന്നുന്നു ഇപ്പോൾ ഒക്ടോബർ ഇനിയിപ്പോൾ ഇസ്രായേലുകാരെയാണ് കയറി ആക്രമിച്ചത്, അങ്ങനെ സംശയം തോന്നുന്നു ശരിക്ക്. അപ്പോൾ ഇസ്രായേലിനോട് ഈ കാണിച്ച ഈ കൊടും ക്രൂരത, ഈ കൊലപാതകം, അല്ലെങ്കിൽ ബലാത്സംഗം, അല്ലെങ്കിൽ എന്താ പറയുക മനുഷ്യരാശി ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഭീകരമായ കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മറച്ചു വയ്ക്കപ്പെട്ടു. ഇപ്പം എല്ലാം പറയാണ്, എല്ലാവർക്കും പറയാനുള്ള ഓൾ ഐസ് ഓൺ റാഫ, ഗാസ. ഞാൻ ഒന്ന് നോക്കി, അപ്പം ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോവാണ്. ആ സമയത്തൊക്കെ എന്തുമാത്രം വലിയ ടാഗാണ് പൊങ്ങുന്നത് ഇരിക്കുക, അല്ലേ? ഓൾ ഐസ് എല്ലാം. അപ്പം ലോക ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട്. അപ്പം അതിൻ്റെ പിന്നാമ്പറമ്പുകളുള്ള യാഥാർത്ഥ്യങ്ങൾ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതാ ഈ ആൻറ്റി സെമറ്റിക് ആയിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? മാധ്യമങ്ങൾ എവിടെ? ഞാൻ കാണുന്ന പബ്ലിസിറ്റി ആണല്ലോ. ഇപ്പം കുറച്ച് വളരെ ചുരുക്കം മാധ്യമങ്ങളല്ലാതെ ഇതിനൊന്നും അതാ പറഞ്ഞത്. അപ്പം അതാണ് ശരിക്ക് ലോക സമൂഹം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇന്ന് അവർ യഹൂദർക്കെതിരെയാണ്, ശരിയാണ്. പക്ഷേ അവരുടെ ടാർഗറ്റ് യഹൂദർ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ട്. എടുത്തു നോക്കിയോ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളെടുത്ത് ഇത്തരം തീവ്ര ആശയമുള്ളവർക്ക് ഏതൊക്കെ ദേശങ്ങളിൽ അവിടെയുള്ള ആ ഒരു എന്താ പറയുക ദേശീയതയുള്ള ജനവിഭാഗങ്ങളോട് ഭയങ്കരമായ അവർക്ക് അമർഷമുണ്ട്. അതിപ്പം ബർമയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോപ്പിലായിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ ജ്യൂസിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ആശയങ്ങൾ നമ്മൾ ലോക മനസ്സായിട്ട് തിരിച്ചറിയുന്നില്ലെങ്കിൽ, മാധ്യമങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, അതിന് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നില്ലായിട്ടുണ്ടല്ലോ, വളരെ അപകടമുണ്ടാകും. ഇയാൾ ഞാൻ ഈ ട്രംപിൻ്റെ വരവൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ US ഇലക്ഷനൊക്കെ ഒരുപാട് ആശ്വാസം പകരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആശയങ്ങളെ തിരിച്ചറിയുന്നവരാണ് അവർ.
അവർക്കെതിരെ ശക്തമായ ഒരു ശ്രദ്ധയുള്ളവരാണ് ശരിക്കും. അപ്പോൾ അത് ശരിക്കും ഞാൻ പറയാം, അത് മാത്രമുള്ള ഒരു ആശ്വാസം. ഓക്കെ, അവസാനം ഒരു 2 പോയിന്റ് കൂടി പറയാം. ഇപ്പൊ ആംസ്റ്റർഡാമിൽ നടന്ന ഈ ഒരു ആക്രമണം പല മുഖ്യധാര മെയിൻ സ്ട്രീം മീഡിയസും ഈ 2 സോക്കർ ക്ലബ്ബുകൾ തമ്മിലുള്ള ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് ആയിട്ടാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഇതെല്ലാം വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അവിടെ നടന്നത് ജൂയിഷ് ഹണ്ട് തന്നെയാണ്. അത് ഓരോ ജൂയിഷ് പ്രീപ്ലാൻഡ് ആണ്. ഒപ്പം തന്നെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് ജൂയിഷ് ചാനൽ കയറി അറ്റാക്ക് ചെയ്യുക. വേറൊരു ഒരു വാർത്ത ഉണ്ട്, അതായത് ജൂയിഷ് ആയിട്ടുള്ള ഒരാളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ ഒരു കൂട്ടർ വന്ന് ആ അറ്റാക്കിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. ആ ജൂയിഷിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു സ്ഥിതിവിശേഷം. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം ഈ തേക്കടിയിലെ വിഷയം കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരൊക്കെ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഈ ടൂറിസം, കേരളത്തിന്റെ ടൂറിസം ചരിത്രത്തിലെ വലിയൊരു കറുത്ത ഏട് തന്നെയാണ് ഈ ഇസ്രായേലി പൗരന്മാർക്ക് നേരെ ഈ തേക്കടിയിൽ നടന്ന ആ ഒരു അധിക്ഷേപം, ആ ഒരു അപമാനം. അവിടെ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ കേരള ജനതയ്ക്ക് ഒരു ആകാംക്ഷ കൂടിയുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയേണ്ടിയിരിക്കുന്നു. അത് കൃത്യമാണ്. കാരണം അത് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ്. വിദേശ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ ആപ്പാടെ സാമ്പത്തികമായിട്ട് എന്താ പറയുക, ഒരു ഗതിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് വരുമാനം കിട്ടുന്ന ടൂറിസം മേഖലയെ കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഈ പറയുന്ന ആ ഷോപ്പ് നടത്തിയ ഈ പറയുന്ന 2 പേർ ഇസ്രായേലി പൗരന്മാർക്ക് നേരെ നടത്തിയ ഒരു അപമാനത്തിലൂടെ വരുത്തിവെക്കുന്നത്. ലോകമെങ്ങും ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന യഹൂദ വിരുദ്ധ ആക്രമണങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നവർ യഹൂദരെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ നാളെ ഒരുപക്ഷെ അവർ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചേക്കാം, ഹൈന്ദവരെ ലക്ഷ്യം വെച്ചേക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ദേശീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ദേശീയവാദത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റീസിനെയൊക്കെ ലക്ഷ്യം വെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം ഈ തേക്കടിയിൽ നടന്ന ആ ഒരു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ഭരണകൂടം കാണിക്കേണ്ടിയിരിക്കുന്നു. അത് ആ ഒരു സംഭവം കേരളത്തിന് മുഴുവൻ തന്നെ അപമാനം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ സർക്കാർ നിശബ്ദത പുലർത്തിയാൽ തീർച്ചയായിട്ടും അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കേരളത്തിൽ വളരാനുള്ള ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നിശബ്ദമായിട്ടുള്ള ഒരു അനുമതിയായി മാത്രമേ പൊതുസമൂഹത്തിന് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.